ഹലോ എവ്രി വൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മളുടെ +1 റിവിഷനിന്റെ 8ാമത്തെ ദിവസം 8ാമത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് സാധാരണ നിങ്ങൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാറ്. 35 അബവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഇച്ചിരി ഡിഫറെന്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ 13 ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 14 വെച്ചിട്ടാണ്. ചാപ്റ്റർ 14 is actually respiration in plants. ആ ഒരു ചാപ്റ്ററും 15th ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും അത് കഴിഞ്ഞ് നേരെ 21st ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 14, 15 ആൻഡ് 21. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ 14 ആൻഡ് 15 എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു 30 അടുത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 30 അടുത്ത് ഒരു 27 or 28 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആവില്ലേ, സാധാരണ നമ്മുടെ അത്ര ഒരു ലെങ്ത് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം 16th ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അങ്ങനെ കട്ടാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ചാപ്റ്റർ 21 ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന് വളരെ കുറച്ച് പാർട്ട് മാത്രമേ ഉള്ളൂ അല്ലെ, ബ്രെയിൻ അതുപോലെ കുഞ്ഞു കുഞ്ഞു സംഗതികൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു ചാപ്റ്ററിന് അധികം ക്വസ്റ്റ്യൻസും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചാപ്റ്ററും കൂടെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് മാത്രം. സോ അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ നമ്മളുടെ ഈ ഒരു റിവിഷൻ ഒരു 2 or 3 വീഡിയോസും കൂടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം റിഗറസ് ആയിട്ട് എക്സാംസ് നടക്കുന്നത് കൊണ്ടിട്ടും നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോസ് ഈ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്താൽ കാണാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടിട്ടുമാണ് ഞാൻ പരമാവധി നമ്മളുടെ ആ ഒരു എക്സാക്ട് ഡേറ്റിലോ ഡേയിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിടുകയാണ്. ബിക്കോസ് എക്സാംസ് അടുത്ത് വരുന്ന അനുസരിച്ച് അന്നത്തെ ദിവസം റഷ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് തീർക്കും. നിങ്ങൾ എക്സാമിന്റെ മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ഹോൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോഴേക്കും ഉണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ അന്നേരം എടുത്തിരുന്ന് അങ്ങ് പഠിച്ചാൽ മതി. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആ ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഡേയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ പലപ്പോഴും ഐ തിങ്ക് ദാറ്റ് നിങ്ങൾ ആ ഒരു സ്പെസിഫിക് എക്സാമിന് ബേസ് ചെയ്തിട്ടല്ലേ അന്നേരം പഠിക്കുന്നുണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആ നമ്മുടെ ബയോളജി എക്സാമിന്റെ അന്ന് അല്ലെങ്കിൽ അതിന് മുന്നേ സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഫാമിലിയിലോ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെനിക്കും അവർക്കും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. നമ്മുടെ ചാനലിൽ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഈസി ആയിരിക്കും. കാരണം ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അവർക്കും കൂടെ അത് ലൈക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. സോ കുറെ പറഞ്ഞു അല്ലേ, പക്ഷെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് ബേസിക്കലി റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഉള്ളതാണ്. റെസ്പിറേഷനിൽ നിന്നിട്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അത് നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും ഇതിൽ വരില്ല. ഓക്കെ, ഐ കൻ അഷ്യൂർ യു ദാറ്റ്. Okay, അപ്പം basically anaerobic respiration and aerobic respiration starts with a common pathway. Identify the pathway and its end product. Aerobic respiration anaerobic ആയിട്ടുള്ള റെസ്പിറേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോമൺ പാത്വേയിൽ നിന്നിട്ടാണ്. ആ പാത്വേ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ഏതാണെന്ന് പറയുക. ഏതാണ് ആ പാത്വേ? ഗ്ലൈക്കോലിസിസ് ആണ് പാത്വേ. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത പാത്വേ ആണത്. അവിടെ നിന്നിട്ടാണ് പിന്നീട് ഫർദർ ആയിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടാവുന്നത്. സോ ദ പാത്വേ ഈസ് ഗ്ലൈക്കോലിസിസ് ആൻഡ് അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പൈറുവിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anaerobic respiration is also occurring in animal cells. Suggest an occasion for this. Animal cellസിലും anaerobic respiration നടക്കാറുണ്ട്. What is actually the difference between anaerobic and aerobic respiration? അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്സിജന്റെ അബ്സെൻസ് ആണ്. ദർ ഇസ് നോ പ്രസൻസ് ഓഫ് ഓക്സിജൻ. എയറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദർ ഈസ് എ പ്രസൻസ് ഓഫ് ഓക്സിജൻ.
ഓക്കെ. പക്ഷെ ആനിമൽ സെൽസിൽ അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. അത് എപ്പോഴാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഒക്കേഷൻ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. എപ്പോഴാണ് അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ നടക്കുന്നത്? ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേണസ് ആയിട്ടുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിലിൽ നടക്കുന്നത് ആക്ച്വലി എന്താണ്? ഇത്തരത്തില് അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ ആണ്. ഇനഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മുടെ മസിലുകളിൽ എത്താതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മസിലില് ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ലാക്റ്റിക് ആസിഡ് നമ്മളുടെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇറ്റ് വിൽ കോസ് പെയിൻ. അതുകൊണ്ടാണ് നമ്മൾ മസിൽ ഫെറ്റീഗിൽ ആയി പോകുന്നതും we have to keep rest for a few minutes or some time and later on we can like continue with what we are doing before. അപ്പൊ അതുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത് ആക്ച്വലി എന്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്? അനേറോബിക് റെസ്പിറേഷന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ. ഇൻ ആനിമൽ സെൽസ് ഓൾസോ ലൈക്ക് മസിൽസ് ഡ്യൂറിങ് എക്സസൈസ് when oxygen is inadequate for cellular respiration, pyruvic acid is reduced to lactic acid by the enzyme lactate dehydrogenase. The reducing agent is NADPH plus H plus and which is reoxidized to NAD plus in both the processes. ഇത്രയും പഠിച്ചില്ലെങ്കിലും ദിസ് പോർഷൻ ഞാൻ ഈ ബ്രാക്കറ്റ് പഠിച്ചിരിക്കുന്ന പോർഷൻ പഠിച്ചില്ലെങ്കിലും ഇൻ ആനിമൽ സെൽസ് തൊട്ടിട്ട് ഈ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് വരെ ഒന്ന് പഠിച്ചു വെക്കുക. അത്ര പഠിച്ചില്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് വരെയെങ്കിലും പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ 1 mark question. Okay. Next one, fill in the blank. The number of carbon atoms in acetyl coenzyme A which take part in Krebs cycle is dash. Krebs cycle പങ്കെടുക്കുന്ന acetyl coenzyme A എന്ന് പറഞ്ഞിട്ടുള്ള ആ കോമ്പൗണ്ടിലെ കാർബൺ ആറ്റംസിന്റെ എണ്ണം ഡാഷ് ആണ്. How many carbon atoms are there in acetyl coenzyme A? എത്ര എണ്ണം ഉണ്ട്? 2 കാർബൺ ആറ്റം ആണ്. 2C എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റംസ് ആണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ, ഇത് ആക്ച്വലി 1 മാർക്ക് വരുന്നതാണ്. പക്ഷെ സെയിം പാറ്റേണിൽ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയതുകൊണ്ടിട്ട് ഞാൻ 2-3 ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് ആൻസർ അയക്കുന്നു എന്ന് മാത്രം കേട്ടോ. ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് ഈസ് കോൾഡ്, നമ്മൾ പറഞ്ഞതാ, വാട്ട് ഇസ് ദാറ്റ്? Glycolysis. And next one is also related to glycolysis. The end product of glycolysis is pyruvic acid. Okay, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ പറഞ്ഞ ഗ്ലൈക്കോലിസിസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്ച്വലി എന്താണ്, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത് അപ്പാടെ അങ്ങ് പഠിച്ചിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, the figure showing the pathway of tricarboxylic acid cycle, what is that? PCA cycle, okay, is given below. Name the compound present in the position of A, B, C and D. A, B, C, D കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ പൊസിഷനിൽ എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണ് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത് എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അത് എഴുതണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ പ്രോപ്പർ ഐഡിയ ഓഫ് വാട്ട് PCA cycle is. അതിനകത്ത് വരുന്ന ഓരോ കോമ്പൗണ്ടും എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്. എത്ര കാർബൺ ആറ്റം ആണ് ഈ ഓരോ കോമ്പൗണ്ടിലും അടങ്ങിയിട്ടുള്ളത്. 4C, 5C, 6C ഇതൊക്കെ പറഞ്ഞിട്ടുള്ള എത്ര കാർബൺ ആറ്റംസ് ആണെന്നുള്ള ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ആ ക്ലൂവിന് അനുസരിച്ച് എഴുതിയാൽ മതിയോ. സോ ലെറ്റ്സ് നോട്ട് ടു ദ ആൻസർ. ഫസ്റ്റ് വൺ എ ആയിട്ട് വരുന്നത് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. അസറ്റൈൽ കോഎൻസൈം എ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്തായിട്ടാണ്? സിട്രിക് ആസിഡ് ആണ്. ബി ആയിട്ട് വരുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആണ്. അതാണ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നത്. സക്സിനിക് ആസിഡ് പിന്നീട് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. മാലിക് ആസിഡ് ഒക്സാലോ എസറ്റിക് ആസിഡ് ആയിട്ട് മാറി. അഗെയിൻ ദി സൈക്കിൾ വിൽ ബി ലൈക്ക് റീസൈക്ലിംഗ്. നമ്മൾ വീണ്ടും ഈ സൈക്കിൾ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Okay, so you have to get an idea like what are the compounds involved in this tricarboxylic acid cycle. അങ്ങനെ വന്നാൽ മാത്രമേ you can answer these questions. Otherwise skip എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ആൻഡ് ഗ്ലൈക്കോലിസിസ് പോലെ തന്നെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. Next one, the following compounds are intermediates in glycolysis or in Krebs cycle. Write them in the proper column of the table. Glycolysis-ലെയോ Krebs cycle-ലെയോ കോമ്പൗണ്ട്സ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അതിനെ ഓർഡർ ലൈക്ക് അറേഞ്ച് ചെയ്ത് പ്രോപ്പർ ഹെഡിങ്ങിന്റെ അണ്ടറിലാക്കുക എന്നുള്ളതാണ്. ഫ്രക്ടോസ് 6-phosphate, സിട്രിക് ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, മാലിക് ആസിഡ്, 4 കോമ്പൗണ്ട്സ് ആണ്. അതിനെ ഗ്ലൈക്കോലിസിന്റെ അണ്ടറിൽ വരുന്നതായിട്ടും ക്രെബ്സ് സൈക്കിളിന്റെ അണ്ടറിൽ വരുന്നതായിട്ടും എഴുതുക എന്നുള്ളതാണ്. ഫ്രക്ടോസ് 6-phosphate എന്തിലാ വരുന്നത്? comes under glycolysis അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫ്രക്ടോസ് 6-phosphate നമുക്ക് ഗ്ലൈക്കോലിസിന്റെ അണ്ടറിൽ എഴുതാം. സിട്രിക് ആസിഡ് എന്തിലാ വരുന്നത്? ഇപ്പൊ പഠിച്ചല്ലേ ഉള്ളൂ. സിട്രിക് ആസിഡ് എന്തിലാ വരുന്നത്?
ക്രെബ്സ് സൈക്കിളിലാണ് വരുന്നത്. ഓക്കെ, ക്രെബ്സ് സൈക്കിളിന്റെ അണ്ടറിൽ സിട്രിക് ആസിഡിനെ എഴുതാം. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് എന്തിലാ വരുന്നത്? അഗൈൻ അത് ഗ്ലൈക്കോലിസിസിലാണ് വരുന്നത്. മാലിക് ആസിഡ് വരുന്നത് ക്രെബ്സ് സൈക്കിളിലാണ്. അപ്പൊ അത് അങ്ങനെ രണ്ടെണ്ണം വീതം ഓരോന്നിൽ വരും. ഗ്ലൈക്കോലിസിസിൽ വരുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഫോസ്ഫോഇനോൾ പൈറുവേറ്റും ആണ്. ക്രെബ്സ് സൈക്കിളിൽ വരുന്നത് സിട്രിക് ആസിഡും അതുപോലെ തന്നെ മാലിക് ആസിഡുമാണ്. നെക്സ്റ്റ് വൺ, റെസ്പിറേഷൻ ഈസ് an amphibolic pathway. Evaluate the statement. റെസ്പിറേഷൻ ഒരു ആംഫിബോളിക് പാത്വേ ആണെന്ന് പറയാനുള്ളൊരു റീസൺ എന്താണെന്നുള്ളത് എഴുതി വെച്ചാൽ മതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ് വിത്തിൻ ദ ലിവിംഗ് ഓർഗാനിസം ഈസ് കാറ്റബോളിസം ആൻഡ് സിന്തസിസ് ഈസ് അനബോളിസം. ലിവിംഗ് ഓർഗാനിസത്തിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒടിച്ചു നുറുക്കൽ ലൈക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ കാറ്റബോളിസം എന്നും എന്തെങ്കിലും സിന്തസൈസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ആനബോളിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പക്ഷേ റെസ്പിറേറ്ററി പാത്വേ അല്ലെങ്കിൽ റെസ്പിറേഷനിൽ ഇത് രണ്ട് നടക്കുന്നുണ്ട്. മേക്കിംഗ് അപ്പ് നടക്കുന്നുണ്ട്, ബ്രേക്കിംഗ് ഡൗൺ നടക്കുന്നുണ്ട്. സോ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ആംഫിബോളിക് പാത്വേ ആണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, because the respiratory pathway is involved in both anabolism and catabolism, it would hence be better to consider the respiratory pathway as an amphibolic pathway rather than a catabolic one. Okay, next one, the breakdown of glucose to pyruvic acid is called glycolysis. Where does it occur in a cell? How many ATP molecules are directly synthesized during this process? ഇത് എവിടെയാണ് നടക്കുന്നത്? It occurs in glycolysis നടക്കുന്നത് in cytoplasm. എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ആൻഡ് അറ്റ് ദ എൻഡ് വി ഗെറ്റ് an amount of 2 ATPs from 1 ഗ്ലൈക്കോലിസിസ്. ഒരു തവണ ഗ്ലൈക്കോലിസിസ് നടത്തുമ്പോൾ 2 ATPs ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഒപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ആണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോട്ടൽ ഓഫ് 28 ATPs. And as a result, at the end of a cellular respiration, we will be getting a total of 30 ATPs. Okay, രണ്ടെണ്ണം ഗ്ലൈക്കോലിസിസിൽ നിന്നും 28 എണ്ണം ക്രെബ്സ് സൈക്കിളിൽ നിന്നും. ടോട്ടൽ amount will be 30 ATPs. Okay, next one, certain compounds formed during Krebs cycle are given below. Draw Krebs cycle using the compounds: succinic acid, acetyl-CoA, alpha ketoglutaric acid, oxaloacetic acid, malic acid and citric acid. ഇത്ര തന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഒരു ക്രെബ്സ് സൈക്കിൾ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇതെല്ലാം ക്രെബ്സ് സൈക്കിളിൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. എൻറ്റയർ ഈ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ലൈക്ക് വാട്ട് ഐ ക്യാൻ ഡു ഈസ് നിങ്ങൾക്ക് ഇതാണ് എന്നുള്ളത് പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഈ പറഞ്ഞ സംഗതികളും ഇന്ന കോമ്പൗണ്ട്സ് ആണ് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയണമെന്നുണ്ടെങ്കിലും എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിലും യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ ലൈക്ക് വാട്ട് ആർ this Krebs cycle, what is this glycolysis, ഇതിനകത്ത് എന്തൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ട്, എന്തായിട്ട് മാറുന്നു, എത്ര ATP, എത്ര GTP, എത്ര NADPH, എത്ര FADH2, എത്ര കാർബൺ, ഇതെല്ലാം നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. What I can do is to show all this. That's all I can do. ഇങ്ങനെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ അഗെയിൻ Krebs cycle based ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ Krebs cycleും ഗ്ലൈക്കോലിസിസും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് വൺ, following figure shows the citric acid cycle. Again citric acid cycle ആണ് ട്ടോ. Identify the steps where FADH and GTP are synthesized. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ആ ഒരു സൈക്കിൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയാണ് ഈ FADHും GTP ഒക്കെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു സൈക്കിളിന്റെ ചിത്രം തന്നിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ സാധനങ്ങൾ എഴുതിയിട്ടില്ല. അത് എവിടെയാണ്, ഏത് പൊസിഷനിലാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ കാണാൻ പറ്റും GTP ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ് അല്ലെ? ഏതാണ്? ആൽഫ കീറ്റോ ഗ്ലൂറ്റാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്നതാണ് GTP ഒക്കെ. FADH എന്ന് പറയുന്നത് സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്തുമാണ് ഉണ്ടാകുന്നത്. ഇത് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ രീതിയിൽ FADHും GTP ഒക്കെ ചോദിച്ച മാതിരി തന്നെ ATP, GDP അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെയും ചോദിക്കാം. ഗ്ലൈക്കോലിസിസിലും ചോദിക്കാനുള്ള ഒരു ചാൻസസ് ആണ്. നെക്സ്റ്റ് വൺ, observe the figure given below. Fill in the blanks A, B, C and D with appropriate terms from the box. ബോക്സിൽ തന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. സൈറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോക്രോം C, സൈറ്റോക്രോം B, FES and UQ. UQ എന്ന് വെച്ചാൽ ubiquinone. Okay, A, B, C കാണുന്നുണ്ടല്ലോ അല്ലെ? A and again this is B, this is C, this is D. ഈ ഒരു പോർഷനിൽ എന്താ വരുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ ആ പോർഷനിൽ വരുന്നത് എന്താണെന്നുള്ളത് എഴുതിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ആ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് എടുത്തു വെച്ചിരിക്കുകയാണ്. യു ഹാവ് ടു നോ വാട്ട് ഈസ് ആക്ച്വലി കമ്മിങ് അറ്റ് ദാറ്റ് പൊസിഷൻ. എ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്താ വരുന്നത്? FES ആണ് വരുന്നത്.
ബിയിൽ എന്താ വരുന്നത് UQ, that is ubiquinone ആണ് വരുന്നത്. സിയിൽ വരുന്നത് സൈറ്റോക്രോം ബി ആൻഡ് ഡിയിൽ വരുന്നത് എന്താണ് ഡിയിൽ വരുന്നത് മിച്ചം വരുന്നത് എന്ത് സാധനമാണ് സൈറ്റോക്രോം സി ആണ് അല്ലെ. അപ്പൊ അത്രയാണ് അതിൽ വരുന്നുണ്ടായിരിക്കുക. Next one, observe the following pathway of anaerobic respiration. Identify the products A and B. Give an example of the organism in which any of these products are formed. എന്തായിരിക്കും ഇത്? എ എന്ത് സാധനമായിരിക്കും? എ എന്തായിരിക്കും? എ വിൽ ബി ലാക്ടിക് ആസിഡ്. ലാക്ടിക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അനൈറോബിക് റെസ്പിറേഷൻ അല്ലെ. അനൈറോബിക് റെസ്പിറേഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സോ ദാറ്റ് പ്രോഡക്റ്റ് ദാറ്റ് കോമ്പൗണ്ട് വിൽ ബി ലാക്ടിക് ആസിഡ് ആണ്. അതിൽ നിന്നുണ്ടാകുന്നത് ബി എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ആണ് എന്ത് എത്തനോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് മാത്രം തീർന്നില്ല. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു ഓർഗാനിസത്തിന്റെ പേര് കൂടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ലൈക്ക് ഈസ്റ്റ്. ലാക്ടിക് ആസിഡിന്റെ കേസ് വരുമ്പോൾ ബാക്ടീരിയ എഴുതി കഴിഞ്ഞാലും ലാക്ടോബാസിലസ് ബാക്ടീരിയ എഴുതി കഴിഞ്ഞാലും വിഷയമില്ല. ഞാൻ ജസ്റ്റ് ഈസ്റ്റ് എന്ന് എഴുതിയെന്ന് മാത്രം. യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു തിങ്ക്. നെക്സ്റ്റ് വൺ, carbohydrates and fats are respiratory substrates, but their RQ is different. What is RQ? അതറിയണം. Define RQ. Write the RQ of this substrates. Okay, ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. RQ നെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കേട്ടോ. ഓക്കെ, RQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി റെസ്പിറേറ്ററി കോഷ്യന്റ്. എന്താണ് റെസ്പിറേറ്ററി കോഷ്യന്റ് അഥവാ റെസ്പിറേറ്ററി റേഷ്യോ എന്ന് പറയും. That is actually the ratio of volume of carbon dioxide evolved to the volume of oxygen consumed in respiration. റെസ്പിറേഷനിൽ എത്ര വോളിയം ഓക്സിജൻ ആണ് നമ്മൾ കൺസ്യൂം ചെയ്തത്, എത്ര വോളിയം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ നിന്ന് ഇവോൾവ് ചെയ്തത്, ഇത് രണ്ടിന്റെയും ഒരു റേഷ്യോ ആണ് വാട്ട് വി കോൾ ആസ് റെസ്പിറേറ്ററി കോഷ്യന്റ് ഓർ റെസ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RQ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫാറ്റ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RQ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫാറ്റ്സിന്റെയും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ ഇക്വേഷൻ ഷോയിങ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. നെയിം ദ എൻസൈം ലേബിൾഡ് ആസ് എ. എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കൊടുത്തേക്കുന്ന ഈ എൻസൈം ഏതാണ് എന്നുള്ളത് എഴുതുക. വേർ ഡസ് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെൽ. സെല്ലിലെ ഏത് ഭാഗത്താണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതും കൂടെ എഴുതണം. എന്താണ് ഈ എൻസൈം? എൻസൈം എന്ന് പറയുന്നത് പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. എന്താണ് എൻസൈം? പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ എൻസൈം മാത്രമല്ല, ആക്ച്വലി നിങ്ങൾക്ക് ഗ്ലൈക്കോലിസിസിൽ കുറെ എൻസൈംസ് ഒക്കെ പഠിക്കാനുണ്ട്. യു ഹാവ് ടു ലൈക്ക് ലേൺ ദാറ്റ് ടു. ഈ എൻസൈം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതും കൂടെ പഠിക്കണം കേട്ടോ. ചിലപ്പം ഗ്ലൈക്കോലിസിസിന്റെ പാർട്ടിൽ എൻസൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നേക്കാം. ആൻഡ് ഇത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്താണ്. നെക്സ്റ്റ് വൺ, observe the figure given below. Name the complex, write its function. Complex ഏതാണ്? ATP synthase. എന്താണ് ATP synthase? ATP synthase എന്നുള്ളതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ that help in synthesis of ATP. അപ്പം synthesis of ATP എന്ന് പറയുന്നതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay. Next one, define fermentation. What is the end product of fermentation in muscles? Fermentation എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. മസിലിൽ fermentation നടക്കുമ്പോൾ ഉണ്ടാകുന്ന end product ഏതാണെന്നും കൂടെ എഴുതുക. Fermentation എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? The incomplete oxidation of glucose achieved under anaerobic conditions by sets of reaction where pyruvic acid is converted to carbon dioxide and ethanol is called as fermentation. എന്താ സംഭവിക്കുന്നത്? അനേറോബിക് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ ഗ്ലൂക്കോസിന്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കുകയാണ്. അത് ഒറ്റ സ്റ്റെപ്പ് ആയിട്ടല്ല, ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ മാതിരി നടക്കുകയാണ്. ആൻഡ് ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? pyruvic acid ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. And this pyruvic acid is again converted into carbon dioxide and ethanol. Okay, ഇതെല്ലാം നടക്കുന്നത് anaerobic conditions-ലാണെന്ന് മാത്രം. And that conversion is considered to be as fermentation. And end product എന്ന് പറയുന്നത് എന്താണ്? lactic acidum, ഈ പറഞ്ഞ carbon dioxide, ethanol എന്ത് വേണമെങ്കിലും ആവും. Okay. Next one, based on the relationship, fill in the blanks. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്? അൺടിൽ ഇത് ഈ ഫെർമെന്റേഷന്റെ ക്വസ്റ്റ്യൻ വരെയുള്ളതായിരുന്നു റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഇനി നമ്മളുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നത് പ്ലാന്റ് ഹോർമോൺസ്, ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സെൽ ഡിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
പ്ലാന്റ് ഹോർമോൺ ആണ് സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. അപ്പൊ ബോൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഗിബറലിൻ. ഓക്കെ. FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഏറ്റവും ആദ്യം ഓക്സിൻസ് ഡിസ്കവർ ചെയ്തതെങ്കിൽ ഈ കുരസോവ ഡിസ്കവേർഡ് ചെയ്തത് എന്താണ്? It was gibberellic acid. It was not gibberellin. It was gibberellic acid. കേട്ടോ. ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടാകാനാണ് എന്നുണ്ടെങ്കിൽ ഏത് ഹോർമോൺ ആണ് എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ആക്ച്വലി സൈറ്റോകൈൻ. ഈ ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ പഠിച്ചു വെച്ചാലേ നടക്കുള്ളൂ. ഒരു ഹോർമോൺ എന്താണ് പെർട്ടിക്കുലർലി നടത്തുന്ന ഫംഗ്ഷൻ ആൻഡ് സ്പെസിഫിക്കലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ പ്രത്യേകിച്ച് എടുത്തപ്പോൾ ലൈക്ക് ഗ്രേപ്സ് അല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ സ്പെസിഫിക്കലി എടുത്തിട്ട് യു ഹാവ് സെഡ് ദാറ്റ് ഇന്ന ഒരു ഹോർമോൺ ഇന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു പ്ലാന്റിൽ ചെയ്യുന്നത് എന്ന് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും ഫോർ ഷ്യൂർ. ഓക്കെ. നെക്സ്റ്റ് വൺ, artificial phytohormones are widely used in agriculture. Name any two artificial phytohormones and mention their importance in agriculture. ഫൈറ്റോ ഹോർമോൺസിൽ ആർട്ടിഫിഷ്യലി നമ്മൾ കൊടുക്കുന്നതുണ്ട്, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതുണ്ട് അല്ലെ. അപ്പം ആർട്ടിഫിഷ്യലി കൊടുക്കുന്ന കുറച്ചെണ്ണത്തിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുന്നതാണ്. എത്തിഫൺ ഞാൻ എടുത്തിട്ടുണ്ട്, ഗിബറലിൻസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു വാണ്ട്. ഐ ഹാവ് ലൈക്ക് റിട്ടൺ വാട്ട് ഐ വാണ്ടഡ്. അതാണ് എത്തിഫൺ. ആക്ച്വലി എന്താണ്, ടൊമാറ്റോസിലൊക്കെ ഫ്രൂട്ട് റൈപ്പനിങ് കുറച്ചും കൂടെ ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആപ്പിൾസിലും ഒക്കെ ഇത്തരത്തില് അബ്സിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ചെയ്യാൻ. അബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പൊഴിയുക, വീണു പോവുക എന്നുള്ള അർത്ഥം. ഫ്ലവറും ഫ്രൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ എത്തിഫൺ മറ്റേ നമ്മളുടെ റബ്ബറിൽ ലാറ്റക്സ് ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്യുക്കുംബേഴ്സിലെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ എത്തിഫൺ ഉപയോഗിക്കാറുണ്ട്. ഗിബറലിൻസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഷുഗർ കെയിനിൽ അതിന്റെ ആ ഒരു കരിമ്പിന്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ബോൾട്ടിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ക്യാബേജ് പോലെയുള്ള പ്ലാന്റ്സിലൊക്കെ ബോൾട്ടിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ഗിബറലിൻസ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ ഐ read that what I've written. Ethifun hastens fruit ripening in tomatoes and apples and accelerates abscission in flowers and fruits. It promotes female flowers in cucumbers, thereby increasing the yield. Gibberellins is actually helping the sugarcane crop with increasing their length of the stem. Spraying juvenile conifers with gibberellic acid hastens the maturity period, thus leading to early seed production. Gibberellins also promote bolting in beets, cabbages, and many plants with rosette habit. Next one, which of one of the plant growth regulators would you use if you are asked to do the following processes? കുറച്ച് പ്രോസസ്സുകൾ താഴെ തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഇൻഡ്യൂസ് പാർത്തിനോകാർപ്പി. ഓപ്ഷൻ ബി, ക്വിക്ലി റൈപ്പൻ എ ഫ്രൂട്ട്. ഓപ്ഷൻ സി, ഇൻഡ്യൂസ് ഇമ്മീഡിയറ്റ് സ്റ്റൊമേറ്റൽ ക്ലോഷ്യർ ഇൻ ലീവ്സ്. ഓപ്ഷൻ ഡി, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്ക്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഓക്സിഡ്, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് അബ്സിസിക് ആസിഡ്. അങ്ങനെ ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്. ഇങ്ങനെ അതിന്റെ ഫംഗ്ഷൻ തന്നിട്ട് ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഈ പറഞ്ഞ മാതിരി ഹോർമോൺ ഏതാണെന്ന് എഴുതാനുള്ളതായിരിക്കും ബേസിക്കലി കൂടുതൽ ക്വസ്റ്റ്യൻസ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഏതെങ്കിലും ഫംഗ്ഷൻസ് നമ്മൾ ജസ്റ്റ് ഒരു 2 മാർക്കിന് 3 മാർക്കിന് വേണ്ടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്നാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇട്ട് തന്നിരിക്കുന്നതെങ്കിൽ വി കാൺ റൈറ്റ് അല്ലേ. അപ്പം വാട്ട് യു ക്യാൻ ഡു ഇസ് read and listen and understand all the functions of all these hormones. That is what you can do in order to like correctly answer any question from this chapter. That is the only way. അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ പാർത്തിനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിൻസ് ഉപയോഗിക്കാം. പെട്ടെന്നൊരു ഫ്രൂട്ട് എന്തെങ്കിലും പഴുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ ക്ലോഷ്യർ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ABA, what is ABA? Abscisic acid. And grape stalks ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ we can use gibberellins. ഇപ്പൊ നമ്മൾ പറഞ്ഞതാ അല്ലെ. Next one, observe the graph. The graph represents the different phases of growth. Name the growth curve and identify the different phases of growth represented in the diagram as A, B and C. ഇതെന്താണ് ഈ കർവ് അല്ലെങ്കിൽ ഗ്രാഫ് പറയുന്നത് ആക്ച്വലി എന്താ, സിഗ്മോയിഡ് കർവ് ആണ് അല്ലെ, അല്ലെങ്കിൽ എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. അതിൽ എ എന്ന് പറയുന്നത് ആക്ച്വലി ലാഗ് ഫേസ്, വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് നടക്കുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫേസ്, ഗ്രോത്ത് പയ്യെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ, ഇറ്റ് ഗ്രോസ് അപ്വേർഡ് അല്ലെ, ആ ഒരു ഗ്രാഫ് അപ്പായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് സി എല്ലാ കാര്യങ്ങളും എൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ സ്റ്റേഷനറി ഫേസ് ആൻഡ് അബവ് ദാറ്റ് ദർ ഈസ് നോ ഗ്രോത്ത്. അങ്ങനത്തെ ഒരു സംഭവമാണ്. and it will be producing a S shaped curve. That is why this graph is called as sigmoid or S curve. Next one,
നെയിം ദ പ്ലാന്റ് ഹോർമോൺ നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? അബ്സസിക് ആസിഡ് ആണ്. നെയിം ദ പ്ലാന്റ് ഹോർമോൺ വിച്ച് ഹെൽപ് ടു ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഏതാണ്? പറഞ്ഞല്ലോ, എത്തലീൻ. ഗേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോണിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എത്തിലീൻ. നമുക്ക് എഴുതാം. എത്തിലീൻ ആക്ച്വലി ഗേഷ്യസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഓക്സിൻ ആൻഡ് ഗിബെർലിൻ ആർ two important growth hormones that control plant growth. Write any two important functions of each of these hormones. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്സിൻ ആക്ച്വലി എന്താണ്? ഓക്സിൻ ഹെൽപ് ടു ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ആൻഡ് സ്റ്റെം കട്ടിങ്സ്, പ്രൊമോട്ട് ഫ്ലവറിംഗ്, prevent fruit and leaf drop at early stages but promote the abscission of older mature leaves and fruits. എന്തൊക്കെയാണ്? നമ്മളൊരു സ്റ്റെം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റൂട്ട് വരാൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്സിൻ ഹെൽപ്പ് ചെയ്യും, ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അധികം കുഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഇളമായിരിക്കുന്ന സമയത്ത് ലീഫും ഫ്രൂട്ടും ഒക്കെ അടർന്ന് പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിൻ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പഴുത്ത് പോയി കഴിഞ്ഞാൽ ഇലയാണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും ഒക്കെ വീണ് അടർന്ന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിൻ തന്നെയാണ്. ഗിബെർലിൻസിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് ആക്സിസ്, ഡിലേസ് സെനസൻസ്, സ്പീഡ് അപ്പ് ദ മോൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂവിംഗ് ഇൻഡസ്ട്രി, പ്രൊമോട്ട് ബോൾട്ടിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രൂവിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാൾട്ടിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പല ചെടികളുടെയും തണ്ടിന് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും സെനസെൻസ് എന്ന് പറയുന്നതൊക്കെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗിബെർലിൻസ് പൊതുവെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ 2-3 എഴുതി വെക്കുക. ദിസ് ഇസ് ആക്ച്വലി 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത്ര അധികം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത് മാത്രം. റൈറ്റ് എനി 4 അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് ഓഫ് എത്തിലീൻ. അത് എത്തിലീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എത്തിലീൻ ഇസ് എ ഗേഷ്യസ് ഹോർമോൺ. ഡിസ്ക്രൈബ് ഇറ്റ്സ് 4 ഡിഫറെന്റ് ആക്ഷൻസ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, സോ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, സെയിം ആൻസർ മതിയാവുന്നത് കൊണ്ടിട്ട് 2 ക്വസ്റ്റ്യൻ കൂടെ ഒരുമിച്ചിട്ടു എന്ന് മാത്രം കേട്ടോ. So we can say that ethylene is used to initiate flowering and for synchronizing fruit set in pineapples. ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും പൈനാപ്പിൾ പാടത്തൊക്കെ എല്ലാ പൈനാപ്പിൾ ചെടികളും ഒരുമിച്ച് പൈനാപ്പിൾ ഉണ്ടാവണം അല്ലെ, ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യാൻ പാകത്തിന്. അല്ലാതെ ഇന്ന് ഒരെണ്ണം ഉണ്ടായി നാളെ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അപ്പൊ ആ ഒരു സിംഗ്രണൈസേഷന് വേണ്ടിയിട്ട് എത്തിലീൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാവിലൊക്കെ ഇത് തന്നെയാണ് പൊതുവെ ഹെൽപ്പ് ചെയ്യുന്നത്. And ethylene breaks seed and bud dormancy, initiate germination, peanut seeds, sprouting of potato tubers, etc. കപ്പലണ്ടി ഒക്കെ മുളയ്ക്കാനും ഒട്ടുമിക്ക സീഡ്സ് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിലീൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പൊട്ടറ്റോയിൽ നിന്ന് സ്പ്രൗട്ടിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്റർനോഡ് ഒക്കെ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ റൂട്ടിന്റെ ഗ്രോത്തിനും റൂട്ട് ഹെയർ ഫോർമേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എത്തിലീൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതി വെക്കുക. ഐ ഹാവ് ആഡഡ് മോർ ദാൻ 4. ഇതിൽ ഏതെങ്കിലും 4 പഠിച്ചു എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് നോട്ട് ഓൺ ദ ഫിനോമിനൻ പ്ലാസ്റ്റിസിറ്റി എക്സിബിറ്റഡ് ബൈ പ്ലാന്റ്സ് വിത്ത് എൻ എക്സാമ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റയർ ആയിട്ട് ലൈക്ക് എല്ലാ വർഷവും റിപ്പീറ്റഡ് ചോദിക്കുകയല്ല, പക്ഷെ എന്നാൽ പോലും 2 years കൂടുമ്പോൾ ഒക്കെ ഇത് ചോദിക്കാറുണ്ട്. ഇഫ് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, പ്ലാന്റ്സ് ഫോളോ ഡിഫറെന്റ് പാത്വേസ് ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റ് ഓർ ഫേസസ് ഓഫ് ലൈഫ് to different kinds of structures. This ability is called plasticity. Okay, അവരുടെ ചുറ്റുപാടിനോടും പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഡിഫറെന്റ് സ്റ്റിമുലസിനോട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് as plasticity. ഓക്കെ, അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഹെട്രോഫില്ലി ഇൻ കോട്ടൺ, കൊറിയാണ്ടർ, ലാക്സ്പർ എക്സെട്ര. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതിമനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് A and B. ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ളത് ബിയിൽ എഴുതുക. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ മാതിരി തന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റഡ് സെൽ വിച്ച് ഹാവ് ലോസ്റ്റ് കപ്പാസിറ്റി ടു ഡിവൈഡ്, റീഗെയിൻഡ് കപ്പാസിറ്റി ടു ഡിവിഷൻ. അത് എന്താണെന്നുള്ളത് എയിൽ എഴുതണം. അതെന്താ ആക്ച്വലി? കപ്പാസിറ്റി നഷ്ടപ്പെട്ട സെല്ലുകളാണ്. ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റി നഷ്ടപ്പെട്ടവരാണ്, പക്ഷെ അത് റീഗെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡി ഡിഫറൻസിയേഷൻ. എന്താണ് അതിനെ വിളിക്കുക? ഡി ഡിഫറൻസിയേഷൻ. അപ്പൊ അതാണ് നമ്മൾ എയിൽ എഴുതേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ദാറ്റ് ഈസ് സെൽസ് അണ്ടർഗോ few to major structural changes both in their cell walls and protoplasm leading to maturation. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോട്ടോപ്ലാസത്തിലും സെൽ വാളിലും അവര് എന്താ പറയുക ഡിവിഷന് മുന്നായിട്ട് അണ്ടർഗോ ചെയ്യുന്ന ചില ചേഞ്ചസുകളാണ് നമ്മൾ ആക്ച്വലി വാട്ട് വി കോൾ ആസ് ഡിഫറൻസിയേഷൻ. ഓക്കെ, സോ അത് ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ബിയിൽ എഴുതി വെക്കുക. ഡി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ എയുടെ ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, സോ അത്രയുമായിരുന്നു നിങ്ങളുടെ മറ്റേ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ പറഞ്ഞത് മാതിരി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അനലൈസ് ദ ഗിവൻ ഫ്ലോ ചാർട്ട്. ഇതൊരു ബ്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ്. അതിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ബ്ലാങ്ക് ഇട്ട് തന്നിരിക്കുകയാണ്. എന്താന്നുള്ളതാണ് ഫോർ ബ്രെയിൻ ഡാഷ് ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? എയിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി മിഡ് ബ്രെയിൻ ആയിരിക്കും അല്ലെ. ആൻഡ് ഫോർ ബ്രെയിൻ എന്ന് വരുന്നതാണ് സെറിബ്രം ഡാഷ് ഹൈപ്പോതലാമസ്. ഏതാണ്?
തലാമസ്. അപ്പൊ ബിയിൽ വരുന്നത് എന്താണ്? തലാമസ് എന്നുള്ളതാണ്. ആൻഡ് ഹൈൻഡ് ബ്രെയിനിൽ നോക്കുക, പോൺസ്, സി, ഡി. സിയിൽ വരുന്നത് എന്താണ്? മെഡുല്ല. ഡിയിൽ വരുന്നത് സെറിബെല്ലം. അപ്പൊ ബ്രെയിനിന്റെ പാർട്സ് ഏതൊക്കെയാന്നുള്ളതാണ്. ഇത് ഈ ഒരു ഫ്ലോ ചാർട്ട് മാതിരിയും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. ആൻഡ് ഈ ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഫംഗ്ഷൻസ് ചോദിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. Next one, figure A and B given above are two axon terminals with a synapse. Which one is conducting the impulse? Justify your answer. ആക്സോൺ ടെർമിനൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതില് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? എ ആണോ ബി ആണോ? എ ആണ് അല്ലെ? കാരണം എന്താണ്? വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Until ന്യൂറോ ട്രാൻസ്മിറ്റർ വരാത്തിടത്തോളം we cannot conduct an impulse. So who will be conducting the impulse? A ആയിരിക്കും ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിനുള്ള റീസൺ ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രസൻസ് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, nerve impulse transmission involves മൂന്ന് കാര്യങ്ങൾ: maintenance of resting potential, development of action potential, propagation of action potential. Diagrammatically represent the polarized and depolarized state of axon of a neuron. Okay, അറിയത്തില്ലേ നമ്മൾ ഈ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഏതിന്റെ ഏത് ഭാഗത്താണ് പോസിറ്റീവ് വരുന്നത്, ഏതിന്റെ ഏത് ഭാഗത്താണ് നെഗറ്റീവ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പോളറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഡീപോളറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ഹൗ ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ ന്യൂറോൺ ഈസ് മെയിൻറ്റെയിൻഡ്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കുക. These ionic gradients are maintained by active transport of ions by the sodium-potassium pump, which transport 3Na plus outwards for 2K plus into the cell. സോഡിയം പൊട്ടാസ്യം പമ്പാണ് ഇത് ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പുറത്തേക്ക് ഒരു 3 Na പ്ലസ് അയോൺസിനെ പുറത്തേക്ക് വിടുമ്പോൾ 2 K പ്ലസ് അയോൺസിനെ സെല്ലിനകത്തേക്ക് എടുക്കും. അങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രിക്കൽ കറന്റ്സ് ഫെയ്ഡ് ആസ് ദേ പാസ് അലോങ് എ വയർ, but nerve impulses do not fade as they pass along neurons. Evaluate the statement and substantiate your answer. ഇലക്ട്രിക് കറന്റ് ഫെയ്ഡ് ചെയ്യും, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നെർവ് ഇമ്പൾസസ് ഫെയ്ഡ് ചെയ്യാത്തതിനുള്ള ഒരു കാരണം എന്താണെന്നുള്ളതാണ്. ഇലക്ട്രിക് കറന്റ് ഫെയ്ഡ് ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, but nerve fiber do not have a resistance, so the impulses pass without a fade. Myelin sheath, ഇത് myelin എന്നാണ്, myelin. Okay, myelin sheath also helps to prevent the loss of charge. Okay, ഇലക്ട്രിക് കറന്റ് ഫീഡ് ചെയ്യാനുള്ള കാരണം കണ്ടക്ടർ, അത് പാസ് ചെയ്തു പോകുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൊണ്ടിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഇല്ലാത്തടത്തോളം കാലം ന്യൂറൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഫീഡ് ചെയ്ത് പോകത്തില്ല. ആൻഡ് അങ്ങനെ ഫീഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മൈലിൻ ഷീത്തും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോവിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഹൈപ്പോതലാമസ് ആൻഡ് ആക്സോൺ, എനി ടു ഈച്ച്, 2 പോയിന്റ്സ് വീതമാണ് എഴുതേണ്ടത്. ഹൈപ്പോതലാമസ് എന്താണ് ചെയ്യുന്നത്? Gonadotrophin releasing hormone stimulates the pituitary synthesis and release of gonadotrophins. Somatostatin from the hypothalamus inhibits the release of growth hormone from the pituitary. Okay, gonadotrophin releasing hormone എന്ന് പറയുന്നത് ഗൊണാഡോട്രോഫിൻസിന്റെ സിന്തസിസിനും റിലീസിനെയും എന്താ പറയാ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ റിലീസും അതുപോലെ തന്നെ ഇൻഹിബിഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും ഹൈപ്പോതലാമസ് തന്നെയാണ്. ആക്സോണിനെ സംബന്ധിച്ച് വരുമ്പോൾ സിനാപ്റ്റിക് നോബ് ഓഫ് ആക്സോൺ പ്രൊഡ്യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. നമുക്കറിയാമല്ലോ, ഇമ്പൾസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്സോണിന്റെ അറ്റത്തുള്ള ചെറിയ ബൾബസ് ആയിട്ടുള്ള പോർഷൻസ് that we call as synaptic node. നെക്സ്റ്റ് വൺ, സെറിബ്രൽ ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് അല്ലെ ഹ്യൂമൻ ബ്രെയിനിന്. that are connected by dash. Option 1 association area, option B corpus callosum, option C corpora quadrigemina, option D pons varoli. ഏതാ നമ്മുടെ ബ്രെയിനിന്റെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം ആണ്. ആരാണ്? കോർപ്പസ് കലോസം. അപ്പോ ഇത്രയുമാണ് നമ്മളുടെ ബേസിക്കലി നമ്മളുടെ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഈ പറഞ്ഞ ന്യൂറോൺ സംബന്ധമായിട്ടും സിനാപ്സ് സംബന്ധമായിട്ടും ന്യൂറോ ട്രാൻസ്മിറ്റർ സംബന്ധമായിട്ടും ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോലിസിസ്, ഫെർമെന്റേഷൻ, ക്രെബ്സ് സൈക്കിള്, റെസ്പിറേറ്ററി കോഷ്യന്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ബേസിക്കലി വരും. ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ വരുമ്പോൾ നമ്മളുടെ പ്ലാന്റ് ഹോർമോൺസിന്റെ ഒരു ഇത് സെനസെൻസ്, പ്ലാസ്റ്റിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ,
ആൻഡ് നമ്മളുടെ സിഗ്മോയുടെ കർവ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബേസിക്കലി ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്യാനും പല രീതിയിലൊക്കെ തന്നെയാണ് വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ലൈക്ക് സെയിം ആൻസേഴ്സ് തന്നെ, സെയിം കണ്ടന്റ് തന്നെ, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളത് മാത്രം. സോ ഈ ഒരു കണ്ടന്റിനൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് നല്ലോണം പോവുക. ആൻഡ് വീഡിയോ ഇത്രയും നേരം കണ്ടതിനും നമ്മോടൊപ്പം പഠിക്കാൻ ഇരുന്നതിനും പഠിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വീഡിയോ ഓർ അവർ പ്രീവിയസ് വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇതിൽ കണ്ടന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സജഷനുകളോ ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് അടുത്ത ദിവസം ബാക്കി ഇനി നമുക്ക് കുറച്ചൊരു 4-5 ചാപ്റ്റേഴ്സും കൂടെ മിച്ചമുണ്ട്. ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ, ഗോഡ് ബ്ലെസ് യു. Thank you.